ചില്ലിയെ ഗോതമ്പ് ദോശ അവിടെ ആക്കുന്നുണ്ട്. ഈ ചില്ലി എഗ്ഗ് എന്ന് പറഞ്ഞ ഈ റെസിപ്പി ഇത് ഞാൻ ആക്ച്വലി ഗ്രേവി ഉണ്ടാക്കിയിട്ട് ഇത് മുട്ട ഇങ്ങനെ തന്നെ ഹോളായിട്ട് പൊട്ടിച്ചിട്ട് ഇടുന്നു. അങ്ങനെ അത് കറിയിൽ ബോയിലാവും. ആക്ച്വലി ബോയിൽഡ് എഗ്ഗ് അല്ല ഇട്ടേ. ആദ്യം ക്യാപ്സിക്കം, ഉള്ളി, പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ആദ്യം ഗ്രേവി ആക്കും. തക്കാളിയെല്ലാം ഇട്ടിട്ട് ഇതെന്നിട്ട് ഉപ്പും കുരുമുളകും സോസും ടൊമാറ്റോ സോസ്, സോയ സോസ്, ചില്ലി സോസ് ഇതിലിട്ട് പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ കുറച്ച് ഇതും വെള്ളമാക്കിയിട്ട് വയ്ക്കും. അപ്പോൾ ആ ഗ്രേവി ആയി കഴിഞ്ഞാൽ ലാസ്റ്റിൽ എഗ്ഗ് പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, പുതിയൊരു റെസിപ്പിയാണ്. നമുക്ക് ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാത്രിയത്തെ സമയം ഇപ്പോൾ 8:30 ആയിട്ട് ഞാൻ കുക്കിംഗ് ചെയ്ത് രാത്രിയത്തെ ഡിന്നറാക്കി കഴിഞ്ഞ് ബാക്കി ദോശയാക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ റെസിപ്പി എനിക്ക് സ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്ന ഐഡിയ ആണ്. ഇപ്പോൾ റെസ്റ്റ് എടുപ്പിന് ഉറക്കമാണ്. എന്നോട് നേരത്തെ പറഞ്ഞു 7 മണിക്ക് പറഞ്ഞ് ഞാനിപ്പോൾ 8 മണിക്ക് ആക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ പൊറോട്ട മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, ദോശയാക്കാം, മഴയാണ്, ഭയങ്കര ഇടിമിന്നുമുണ്ട്, മഴയുമുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയാണ്, നല്ല അന്തരീക്ഷം, നല്ല തണുപ്പ്, നല്ല ഗോതമ്പ് ദോശയും കറിയാക്കിയിട്ട് ഞാൻ സെർവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ടീയൊക്കെ കഴിഞ്ഞ് So friends, good evening, good morning friends. Welcome to my channel രേഷ്മ സച്ചിത് ലൈവ്. സോ ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. സോ ഇന്നിപ്പോൾ രാവിലെയായി. ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. സോ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ എണീച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവലുണ്ടാക്കി. ഇപ്പോൾ മകനെ ഇപ്പോൾ ഇന്ന് ലേറ്റായിട്ടാണ് പോകേണ്ടത്, 12 o'clock. അവനിപ്പം മോർണിംഗ് പോകാൻ റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അവന് പോകണ്ടു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ ലഞ്ച് കൊണ്ട് പോകണ്ട. 12 o'clock മുതൽ 11 o'clock മുതൽ പിന്നെ ഈവനിങ് 4 o'clock വരെയാ, പിന്നെ 5 o'clock ഇവിടെ എത്തും. അപ്പോൾ അവൻ്റെ ഷെഡ്യൂൾ അവനെ ഇപ്പം പഠിച്ച് പിന്നെ ഇപ്പം ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അവൻ വീഡിയോയിൽ അങ്ങനെ വരില്ല. ഹസ്ബൻഡ് ഇപ്പോൾ ഇവിടെയില്ല. ഹസ്ബൻഡ് ഇനിയിപ്പോൾ 1 o'clock ആകുമ്പം വരും. അപ്പോൾ 1 o'clock വന്നാൽ പിന്നെ എവിടെയും പോകണ്ട. പിന്നെ പിറ്റേന്ന് രാവിലെ 6:30 പോകണ്ടു. പിന്നെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് എവിടെയും പുറത്ത് പോകുന്ന സാധനം മേടിച്ച് തരാനോ മാർക്കറ്റിൻ്റെ എന്ത് സാധനമോ അല്ലെങ്കിൽ അങ്ങനെ പോകും. മറ്റു വീട്ടിൽ തന്നെയാണ്. പിന്നെ രാത്രി പിന്നെ ഡിന്നറിൻ്റെ ഐറ്റമൊക്കെ വാങ്ങി തന്നാലേ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ മുട്ടേനെ കൊണ്ട് ചില്ലി മുട്ട പറഞ്ഞിട്ട് എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു തന്നെ. ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ മിഞ്ഞാന്ന് ചില്ലി ചിക്കൻ ആക്കിയതിൻ്റെ ബാക്കി മസാല ഉണ്ടായിട്ടില്ല, കറി. അപ്പോൾ കറി കുറച്ച് ജാസ്തി ഉണ്ടായിന്. അപ്പോൾ ആ കറീൻ്റെ അകത്ത് കറി ചൂടാക്കി എന്നിട്ട് മുട്ട അങ്ങനെ തന്നെ പൊട്ടിച്ചിട്ട് ഇട്ട് എന്നിട്ട് കുരുമുളക് ഉപ്പും ഇട്ട് ഒരു 5 മുട്ട അതിനകത്ത് ഇട്ടിട്ടുണ്ടോ. 5 മുട്ട മകന് 2 കൊടുത്ത് നമ്മളും ഇങ്ങനെ എടുത്ത് അപ്പോൾ ദോശയാക്കിന്, ഗോതമ്പ് ദോശ. പൊറോട്ടയൊന്നും ഇന്നലെ വാങ്ങാൻ പോയിട്ടില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഭയങ്കര ഒച്ചയും പിന്നെ ഭയങ്കര ഇടിമിന്നലായിരുന്നു. അപ്പം വേഗം ദോശ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് രാത്രി വേഗം ഉറങ്ങി. അപ്പോൾ രാവിലെ എണീക്കേണ്ടതല്ല. സോ ഫ്രണ്ട്സ്, നാളെ ഇനിയിപ്പോൾ നാളത്തേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട് അത്രേ. അപ്പോൾ പിന്നെ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ നല്ല സാധനമെല്ലാം ഐറ്റമെല്ലാം വാങ്ങാനുണ്ട് അത്രേ. സോ
ഇന്നത്തെ വ്ളോഗ് തന്നെ ഞാൻ അവസാനിക്കുന്നതാണ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക് യു.